ഹായ് ഗുഡ് മോർണിംഗ്. ഞങ്ങൾ എന്ത് തിന്നുന്നറിയാമോ? ലക്ഷദ്വീപിലെ ചിപ്സാ. ലക്ഷദ്വീപിലെ ചീനി ഉണക്കിയത്. നമ്മുടെ ലക്ഷദ്വീപിലെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പൊ 2 ദിവസമായി. ഫുള്ള് കിടന്ന് ഉറക്കം, റെസ്റ്റ് പരിപാടിയൊക്കെ ആയിരുന്നു. ക്ലീനിങ് ഉണ്ടായിരുന്നു, മുറിയിലേക്ക് ക്ലീനിങ് ഉണ്ടായിരുന്നു. അമ്പൂട്ട് എന്ത് ചെയ്യായിരുന്നു 2 ദിവസം? അമ്പൂട്ടൻ നല്ലോണം ഉടങ്ങി. പിന്നെ കുറെ കുരുത്തകൾ ഉണ്ടായിരുന്നു. നടന്ന് അവിടെ ചെടിച്ചട്ടി തള്ളിത്തറയിട്ട് അതിനകത്തുള്ള മെറ്റിലെല്ലാം പോയി. പിന്നെ ബോഡി വാഷ് രാവിലെ സെറം തട്ടി ഒഴിച്ചായിരുന്നു. ഓരോരോ എന്താ കുരുത്തം കണ്ടവനെ അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ നശിപ്പിച്ചോണ്ടിരിക്കുക. പിന്നെ കുറെ കടഞ്ഞ് നിന്നെ പറ്റിയാ പറയുന്നത്, നീ ഭയങ്കര കുരുത്തക്കേടാ. അടിയിലത്തെ പല്ല് എന്തിനു വരാത്ത എനിക്കറിയത്തില്ല. പല്ല് വന്നില്ലേ മേളിൽ 2 വന്നിരിപ്പുണ്ട്. നമ്മൾ ഓരോടത്ത് കാശ്മീർ പോയപ്പോഴും നമ്മള് കാശ്മീരിലൊരു തോണി അത് ഇപ്പോഴും ഉണ്ടല്ലോ ഇവിടെ. അതാണ്ട്. അപ്പൊ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമുക്ക് അവിടുന്ന് മെമ്മറീസ് എന്തെങ്കിലും നമ്മൾ വാങ്ങാറുണ്ട്. ഇത് മൊത്തം പൊടിയായി കിടക്കും കേട്ടോ. ഇത് കണ്ടോ, ഇത് കാശ്മീരിൽ നമ്മൾ വാങ്ങിച്ചതാണ്. നമ്മൾ പോകുമ്പോൾ അവിടുത്തെ ഒരു മെമ്മറി കൊണ്ടുവരും, അത്രേ ഉള്ളൂ. ഡാൽ ലേക്കിലെ ബോട്ട് വള്ളം. അപ്പം നമുക്ക് അതേപോലെ ലക്ഷദ്വീപിൽ നിന്ന് നമുക്ക് സത്യത്തിൽ ഇത് വാങ്ങിച്ചതല്ല, ഇത് കിട്ടിയ ഭയങ്കര ഹാപ്പിനെസ് ആയി. ഇത് ജംഷാദ് ബ്രോ തന്നെയാണ്. ഇത് അവിടുത്തെ ഇതിനെന്താണ് പറയുന്നത്, ശംഖും പിന്നെ അവിടുത്തെ മണ്ണും, അവിടുത്തെ വൈറ്റ് സാൻഡ് അല്ലേ, അപ്പൊ നമുക്ക് അവിടുന്ന് പിന്നെ കുറച്ച് ഐറ്റംസ് കൂടി കിട്ടിയായിരുന്നു. പൊട്ടിക്കോ, ഫസ്റ്റ് ഈ ചീനി മുറുക്കാട്ടോ, ഇത് കൊള്ളാം. ഇതെല്ലാം അവിടുത്തെ അച്ചാറാട്ടോ. ഇതെല്ലാം ഒരു ടൈപ്പാണോ? ഇഷ്ടം പോലെ ഉണ്ടോ? അയ്യോ, ഇത് എത്ര ബോട്ടിലാ? ഞാൻ പലതരത്തിലുള്ളതാണ്, പക്ഷെ എല്ലാം സെയിം അല്ലേ. പക്ഷെ നമ്മുടെ ഇവിടെ കടയിൽ കിട്ടുന്ന അച്ചാർ പോലെ അവരെ അവിടെ കിട്ടുന്ന. പിന്നെ അതിന്റെ കൂടെ ഇത് നാരങ്ങയാണോ മീനായിരിക്കും കേട്ടോ, മീനച്ചാറായിരിക്കും. അവിടെ ഉള്ളവര് 0 നോൺ ഷുഗർ ആയിട്ട്, അതായത് ഇതിന് ഷുഗർ ഇല്ല, തെങ്ങിന്റെ ഇതിന് കുറുക്കി എടുക്കുന്നത്. എനിക്ക് അവിടെ നിന്ന് ഒരു താത്ത തന്നായിരുന്നു കേട്ടോ, ഞാൻ തിന്നായിരുന്നു. എന്റെ പേര് സത്യം പറയാം എന്തോ ഒരു ശർക്കര പോലാണ്. ഇതിങ്ങനെ കുറുക്കി എടുക്കുന്നതാ, ഭയങ്കര ടേസ്റ്റാ. കറക്റ്റ് ഭയങ്കര മധുരമാണ്. ഈ തെങ്ങിന്റെ ഇതാണോ പനംകൊല എന്ന് പറയല്ലോ, കൊലയുണ്ടല്ലോ മറ്റേ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് കുറുക്കി കൊടുക്കുന്ന, എന്തുവാന്നറിയത്തില്ല. എന്തുവായാലും ഇതിന്റെ പേര് ഞാൻ മറന്നു, എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു. ഇത് കുറുക്കിയതാ ഞാൻ ഏട്ടന് തന്നത്. ഇത് ഇച്ചിരി കുറുക്കാത്തത്. അവിടെ തേങ്ങയുണ്ട്, തേങ്ങയുടെ ചെറിയ പീരയുണ്ട്. നമ്മളെ ഇതിന്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ബൗണ്ടി എന്ന് പറഞ്ഞ മുട്ട ഉണ്ടല്ലോ, അതേ ടേസ്റ്റ്. അയ്യോ, ഇതിന് പടക്കം പോലെ പൊതിഞ്ഞു വെച്ചേക്കുന്നത് ഞാൻ പൊതി അയച്ചു കാണിച്ചു തരാം. സെറ്റ് സാധനം കേട്ടാ, അത് അടിപൊളി സാധനം. തുറയിടല് ഗൈസ്, അച്ചാറ് ശരിക്കുണ്ട് ഗൈസ്. സെറ്റ് കേട്ടാ. എങ്ങനെയുണ്ട്? എനിക്ക് ആ ബൗണ്ടി തിന്നാൻ്റെ അതേ ടേസ്റ്റ് ആയിട്ട് ഇത്. അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, മാസ. എവിടെ ആ കപ്പലണ്ടി അല്ല, കപ്പലണ്ടി എന്നാ തേങ്ങയുടെ സാധനം തിന്നോണ്ടിരിക്കും കേട്ടോ. അതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അവിടെ ചെല്ലുമ്പോഴേ പോന്നെങ്കിൽ. അടിപൊളി സാധനം കേട്ടോ. പേര് അറിഞ്ഞൂടാ. ലക്ഷദ്വീപ് ഉള്ളവർ കമന്റ് ബിലോ ഗൈസ്. കണ്ട, ഇതാണ് സാധനം. ഇതാണ് അവിടുത്തെ മാസ എന്ന് പറയുന്നത് കേട്ടോ. ഉപ്പിട്ട് ചെറുതായിട്ട് വേവിച്ചിട്ട് വെയിലത്തിട്ട് ഉണക്കി. പൂച്ചയുണ്ട്, കാക്ക വന്നിട്ട് കണ്ടില്ല, പ്രാവിനെ കണ്ട്. കാക്ക ഇങ്ങനെ പറക്കണേ, നമുക്ക് ഇച്ചിരി മീനച്ചാറ്. ഇവിടെ കിടന്ന് ചോദിക്കൂല്ലേ ഞാൻ പുതിയ ഉടുപ്പ്. മീനാണോ? മീനല്ലേ, അടിപൊളി. ചൂരയെന്ന് തോന്നുന്നു കേട്ടോ, ചൂര അച്ചാറ. മാസാണല്ലേ. വന്ന ഉടനെ വണ്ടി 2 കഴുകി കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. വണ്ടി ഓടിയിലേലും കുഴപ്പമില്ല, അല്ല ഓടിയിലേലും വണ്ടി മൊത്തം പൊടിയായിരുന്നു. ഇവിടെ വീഴുണി കിടക്കുന്നുണ്ടോ, ഇനി കാറ്റാണോ എന്താണെന്ന് അറിയത്തില്ല. വണ്ടി ചുമ്മാ നിർത്തിയിട്ടാണ് ഈ ഗ്ലാസും ഈ ബോണറ്റും ഇത് ഫുള്ള് പൊടി പിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ. ഇതേ കഴുകിയിട്ട വണ്ടിയാണ്. ഇത് കഴുകിയിട്ടിട്ട് 2 ദിവസം ആയുള്ളൂ. ഇപ്പം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് അവസ്ഥ. കാണുന്നുണ്ടോ? കണ്ടോ, ഇതേപോലെ പൊടിയാവും. ഇത് എവിടുന്ന് എനിക്ക് തോന്നുന്നു ഈ റബ്ബർ ഉള്ളതുകൊണ്ട് ഈ റബ്ബറിൻ്റെ പൂവുണ്ടല്ലോ, അത് കാറ്റത്ത് പറന്ന് വീഴുന്നതാണെന്ന് തോന്നുന്നു. കണ്ടോ, ഇത് കണ്ടോ, കഴുകിയിട്ട വണ്ടിയാവും, ഫുള്ള് പൊടിയാവും. പിന്നെ നമ്മുടെ ബി വഴിയുടെ ചാർജർ അവരൊന്ന് അപ്ഗ്രേഡ് ചെയ്തായിരുന്നു. നമ്മൾ 3 ഫേസ് ഇൻസ്റ്റാൾ ചെയ്തായിരുന്നല്ലോ,
അപ്പോൾ നമ്മുടെ വണ്ടി നേരത്തെ കയറിക്കൊണ്ടിരുന്നത് 3 കിലോവാട്ടിലായിരുന്നു കയറിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് 7.5 കിലോവാട്ടിലാണ് ഇപ്പം കയറുന്നത്. അതായത് നൈറ്റൊക്കെ കുത്തിയിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് രാവിലെ ആകുമ്പോഴത്തേക്കും ഫുൾ ചാർജ് ആവും. നേരത്തെ നൈറ്റ് കുത്തിയിട്ടാൽ അന്നത്തെ പിറ്റേന്നത്തെ പകലും വേണമായിരുന്നു ഫുൾ ചാർജ് ആവാനായിട്ട്. ഇപ്പോൾ അടിപൊളിയായിട്ട് ഫുൾ ചാർജ് ആവും. നമ്മൾ ഇനി വേണമെങ്കിൽ സോളാർ എടുക്കാം. സോളാർ എടുക്കുന്നതിനെ പറ്റി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും നാട് 3 ഫേസ് ഇല്ലാത്തതുകൊണ്ട് ചാർജിങ് നമ്മൾ ഭയങ്കര സ്ലോ ആയതുകൊണ്ട് സോളാറിനെ പറ്റി ആലോചിച്ചില്ല. ഇപ്പൊ ചടപട വണ്ടിയിൽ ചാർജ് കയറും, വരിക കുത്തിയിടുക കയറുക. അപ്പൊ നമുക്ക് ഭയങ്കര ലാഭമായിരിക്കും സോളാർ. കറക്റ്റ് വെയിലാണ്, കറക്റ്റ് പൊസിഷനാണ്. പിന്നെ നമുക്ക് സോളാർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുക്കിംഗ് എല്ലാം ഇൻഡക്ഷനിലോട്ട് ആക്കായിരുന്നു. പക്ഷെ അത്യാവശ്യം നല്ല റേറ്റ് ആണ്. ഏതാണ്ട് സബ്സിഡി കഴിഞ്ഞിട്ട് നമ്മളേന്ന് ഒരു 2 ലാഖോളം അല്ലെങ്കിൽ 2,10,000 ലോൺ EMI ആ സൗകര്യം കൊണ്ട് ഇന്ന് നമ്മളൊരു പുതിയ ഹെയർ കട്ട് പിടിക്കാൻ പോകാം കേട്ടോ. ബയ്യ ഒരു ഫോട്ടോയെ കാണിച്ചു തരുന്നു. ഞേട്ടില്ല മുതലേ അമ്പു ആ ബയ്യയുടെ ഹെയർ സ്റ്റൈലൊക്കെ കണ്ടോ, ഫ്രണ്ടൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ. വാഷ് ഹെയർ വാഷ് ഓക്കെ കഴിഞ്ഞില്ല ഗൈസ്. എനിക്ക് അന്ന് കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ തലേ ദിവസത്തെ ആ ഒരു ഹെയർ കട്ട് ഓർമ്മ വരുന്നത്. ഫസ്റ്റ് നമ്മുടെ ചാനൽ നോക്കിയത് ഫസ്റ്റ് ഡേ നമ്മൾ വീഡിയോയുടെ ക്യാപ്ഷൻ എന്ന് വരുന്നത് ഫസ്റ്റ് ഡേ ആഫ്റ്റർ വെഡിങ് എന്നോ ആ വീഡിയോ നോക്കിയത്. അതിനകത്ത് ഹെയർ കട്ട് ഏതാണ്ട് സിമിലർ പോലെ ഫീൽ ചെയ്യുന്നു എനിക്ക്. നിന്റെ മോൻ അതെന്ത് തൂങ്ങിക്കിടക്കുന്ന ഒരു വള്ളി. മൃദുല ത്രെഡ് ചെയ്ത് ഗൈസ്. ഈ ത്രെഡിങ് ഭയങ്കര പെയിൻ ആയല്ലേ. അടിപൊളി സത്യം. മുഖത്തൊരു വെട്ടം വീണ ഫീൽ കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നും ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ച് താടിയും ഷേപ്പ് ചെയ്തു ഇഷ്ടപ്പെട്ടു. ഓടി 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 ഓടി. നമുക്ക് ഭയങ്കര ബാലൻസാ അല്ലേ അമ്പു? ഭയങ്കര ബാലൻസാ. അയ്യോ 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 അയ്യോ. ഈ പഴുത്ത കാറ് കേറുമ്പോ ഉള്ള ഒരു പുഴുങ്ങൊക്കെ ഉണ്ടല്ലോ. ചെമ്പിൽ അടച്ചിട്ട് പുഴുങ്ങുന്ന ഒരു ഫീലേ. അയ്യോ ദൈവമേ, എന്തോടി ഇത്? ഈ അടുത്ത സമയത്തൊന്നും കാർ ഇത്രയും ചൂടായിട്ടില്ല. ഈ ഡിസ്പ്ലേക്ക് അടിച്ചു പോകും കേട്ടോ ഇമാതിരി ചൂടാണെങ്കിൽ. ഇപ്പൊ നമുക്ക് ഭയങ്കര ചൂടാണ് ഗൈസ്, അൺസൈക്കബിൾ ചൂട്. നേരെ വീട്ടിൽ പോവല്ലേ? വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടാകാം. ആ ഇന്നലത്തെ കടലക്കറി സൂപ്പറായിരുന്നു. 100 എണ്ണം വെച്ച് തരുമ്പോ ഒരെണ്ണം ഫ്ലോപ്പ് ആയ അത് ആദ്യം പറയണേ. അത് വിഷമിക്കുന്നതിനാ. എന്റെ ബിരിയാണി കാശിനുള്ളത് മുതലയുടെ കറി ഞാൻ കാണിച്ചിടാം കേട്ടോ. സൂപ്പറാ കളറ്. ഇത് ബെൻഡ്രാസിസ് ആയിരുന്നു, വേറൊന്നുമല്ല. നിനക്ക് മനസ്സിലായിരുന്നു, നിനക്ക് വേണ്ടായിരുന്നു. വിഷമമായി ഗൈസ്. അതുകൊണ്ട് ഞാൻ നല്ല കറിയായിരുന്നു കേട്ടോ. ഊച്ചക്കറു കഴിച്ചു നോക്ക് എന്റെ ബിരിയാണി. ഇന്നലെ മട അടിച്ചോളാ. എളുപ്പമില്ലാതെ കുറ്റം പറഞ്ഞ നോക്ക്. ഏട്ടാ ഇച്ചി കുക്കർ ബിരിയാണി വെച്ച് തരൂ. നിർബന്ധിച്ചാണ് എന്നെ കൊണ്ട് കൂടെ വെട്ടിക്കുന്നത്. നോക്ക്, മൃദുലയുടെ അമ്മ പറഞ്ഞു കൊടുത്തൊരു ഹാക്കാണ്. നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ചെടിക്ക് എങ്ങനെ വെള്ളം ഒഴിക്കുന്നത് മൃദുല. നമ്മള് വേണ്ട ഫുള്ള് ചെടിയുടെ കീഴിലെല്ലാം ഓരോ കുപ്പി വെച്ചേക്കുന്നുണ്ട്. നമുക്ക് ആകെപ്പാടെ 2-3 ചെടിയേ ഉള്ളൂ, അതിനെങ്കിലും നമുക്ക് കെയർ ചെയ്യണമല്ലോ. അതല്ല അമ്മയ്ക്ക് എപ്പോഴും ഞാൻ തിന്നോ കുടിച്ചോ എന്ന് പോലും ചോദിക്കില്ല. ചെടിക്ക് വെള്ളം ഒഴിച്ചു അതായിരിക്കും ആദ്യം ചോദിക്കുന്നത്. ഇതാണ് ഇതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ ഒഴിച്ചു വെച്ച വെള്ളമാണ്. ഇത് വീണില്ല, ഞാൻ ഒരു കിഴുത്തിട്ടിട്ടാ പോയി, വീണില്ലേ. പക്ഷെ ഇപ്പം ഞാൻ എന്താ അങ്ങനെയാന്ന് പറഞ്ഞ് ചെറുതായിട്ട് നടപ്പ് തുറന്നപ്പോണ്ട് ഇത് വീഴുന്നു. ഫിസിക്സ് പഠിക്കണം. ഇത് ഫുൾ അടച്ചു വെച്ചാലേ പോകൂലേ. ഞാൻ ഇപ്പൊ ഇങ്ങനെ അടപ്പ് തുറക്കുന്നെന്ന് വെച്ചോ, ഈ തുറക്കുന്ന അനുസരിച്ച് ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കണ്ട. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ചെടിക്ക് ഒരു നനവും കാണും. നമുക്കിങ്ങനെ ഒഴിക്കാൻ വേണ്ട.
നമ്മൾ എത്രയും ഒന്നിച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൽ കൂടി ലീക്ക് ആയിപ്പോ. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ ഇച്ചിരി വീണ് മണ്ണ് എപ്പോഴും നനഞ്ഞാലും ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. നല്ലൊരു ഐഡിയ കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും മേ ബി, നല്ലൊരു ഐഡിയ ആണ്. ഇവിടെ അതെ അതെ, ഇതിപ്പോ നല്ല തുറന്ന അവിടെ നല്ലോണം വെള്ളം വീഴും. ഇവിടെ അടച്ചു കൊടുത്ത അവിടെ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഹാക്കാണ്. പൂച്ച ഭയങ്കര ഇഷ്ടം. പൂച്ച, കാക്ക. അമ്പൂനെ ഇളക്കമാണ്. നമ്മളെന്താ പറയാ പോവാഞ്ഞ സ്പൈക്കും കാര്യങ്ങൾക്കൊന്നും. നമ്മള് വന്ന് ഇറങ്ങനെ വയ്യ ഇളക്കം. ഞാനും പിന്നെ എന്തോ ഫുഡിന് എന്തെങ്കിലും നമ്മള് ദഹിക്കാനാണോ ട്രെയിനിൽ വെച്ച് നാളെ ഇത് രാവിലെ ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആശുപത്രി. ഒരു ദിവസം ഇപ്പൊ എത്ര പാമ്പേഴ്സ് എന്ന് പറയുമ്പോ മാറുന്നേ ഇല്ലേ? 6 പാമ്പേഴ്സാ മാറുന്നു ഒരു ദിവസം. ട്രെയിനിൽ വെച്ച് നല്ല ഫുഡായിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. എന്താ എന്തെങ്കിലും കഴിച്ചത് പിള്ളേർക്ക് ദഹിച്ചാണതല്ലേ മേ ബി അല്ലേ? നമ്മള് കാണാതെ എന്തെങ്കിലും എടുത്ത് വായിലിട്ടേ അതാണ് അറിയാൻ വയ്യാത്ത. എന്തോന്ന് അറിയാൻ വയ്യ. തുടങ്ങാന്നാ പിന്നെ. അതെ, നമ്മുടെ ടാർഗറ്റ് ഉണ്ട് ഈ മാസം. നമുക്കൊരു കുറച്ച് 3000 രൂപയ്ക്ക് മേളില് പർച്ചേസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഞാൻ നമ്മുടെ റൂൾസ് ഒക്കെ വെച്ചിട്ടാണ് ഷോപ്പ് ചെയ്യാൻ പോകുന്നത്. പിമ്പിൾ ഒന്ന് ഉദിച്ചു നിൽക്കുന്നല്ലേ, ഏതൊന്ന് വളിച്ചിരിക്കുന്ന മുഖം, മുഖം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തോ ഒരു സങ്കടം പോലെ പോലും. എന്തൊക്കെ അത് കരഞ്ഞു കണ്ട, കരഞ്ഞ് കാറിൽ നിന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. ഞാൻ പ്രതിയുടെ അടുത്ത് പറയും, ചെറുതായിട്ടൊന്ന് കുരുത്തക്കട കാണിക്കുമ്പോൾ ചെറിയൊരു കൊട്ടൊക്കെ വെച്ചു കൊടുക്കാൻ. മോനെ അടിക്കൂല കേട്ടോ, ഭയങ്കര അമ്മയാ, ഭയങ്കര സ്നേഹവതിയായ അമ്മ. ഞാൻ അങ്ങനെയൊന്നുമല്ല. ഞാൻ ഇടയ്ക്ക് ഇച്ചിരിയൊക്കെ എന്തെങ്കിലും കാണിക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അത് ചെയ്തുകൂടെന്ന് പറയാനായിട്ട് ഞാൻ ഇങ്ങനെ ചെറിയ കൊട്ട കൊടുക്കും. കാരണം കൊട്ടു കൊടുക്കുമ്പോൾ മിണ്ടായിരിക്കും. അത് ഇപ്പൊ തന്നെ കാറിൽ ഭയങ്കര തിരക്ക് ഇതായിരുന്നു. ഇപ്പൊ ഞാൻ ചെറിയൊരു കൊട്ടു കൊടുത്തപ്പോ കണ്ടാ അതിന്റെ മോന്റെ ഇറക്കി വെച്ചിരിക്കുന്ന. പക്ഷെ അമ്മച്ചി ഭയങ്കര സ്വീറ്റാ. അമ്മച്ചി മോന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ സ്വീറ്റ്, ബാക്കി എല്ലായിടത്തും ഹാർഷാ. ഇതാ ഇപ്പൊ ഹാർഷാ, കണ്ടോ ഇപ്പൊ ഹാർഷ. ഞാൻ വർഷം ഇതേ സമയം ഇവിടെ ഇതേപോലെ ചെടിയുടെ ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ അച്ഛനായിട്ട് സൂര്യകാന്തി ഓർമ്മയുണ്ടോ? വന്ന് ലുലുലൊക്കെ കണ്ടിട്ട് അന്ന് കാറും കൊണ്ട് പോകുന്നത് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ വരുന്ന അന്ന് അച്ഛൻ ലാസ്റ്റ് ആയിട്ട് വന്നത്. സ്പീഡിലാണ് കൈസ്. ഒരു വർഷം പോയ പോക്കില്ലേ? ഒരു വർഷം അല്ലേ, എന്തോ പെട്ടെന്ന് പോയില്ലേ. ഇത് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ. അന്ന് സൂര്യകാന്തി തോട്ട കണക്കൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. മറ്റുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ബ്ലോഗ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട കൈസ്? അന്നാ ലാസ്റ്റ് അച്ഛനെ കാറ് കൊടുത്തു വിടുന്ന ബ്ലോഗാ. വാ നോക്കാം. മൃഗത്തിലെ ഭയങ്കര ഇഷ്ടപ്പെട്ടത് സെറ്റ് സാധനം. ഓ അടിപൊളി ചേട്ടാ, സൂപ്പർ സാധനം. അതും എടുത്ത്, അതും കൊള്ളാം ഇതും കൊള്ളാം. അത് നിന്നേട്ടെ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് പറയണേ. ഇഷ്ടമാണ് ഇത് ഒരെണ്ണം. മതി, കൈ കാണിച്ചേ. ഇങ്ങനെയാണെന്നോ രസമല്ല, ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ ഇട്ടുന്നാൽ മതി. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് പറയണേ. ഇത് കറക്റ്റ് വാച്ച് ഇല്ലേ മൃഗത്തില്? കറക്റ്റ് വാച്ച് ശരി, അത് കൊള്ളാം. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടതാ. ഒന്നാമത് കൈ എവിടെ കൈ വാച്ച് ഇല്ലാത്തതുകൊണ്ട് ഒരു വൃത്തിയുടെ കയ്യിലൊന്നും ഇല്ലാതെ. ബില്ലടിക്കുന്നതിന് മുമ്പേ സ്ട്രോബെറി കഴുകി കൊടുത്തു കേട്ടോ, എന്നാലും ഇരിക്കത്തുള്ളൂ. പക്ഷേ സ്ട്രോബെറി, ബ്ലൂബെറി ഇമാതിരിയുള്ള കോസ്റ്റ്ലി ഐറ്റമൊക്കെ, പക്ഷെ കോസ്റ്റ്ലി ഐറ്റമൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സമയത്ത് ലുലുമാളി വരുന്നത് കേട്ടോ, നല്ലത് തിരക്കേ കാണത്തില്ല. ബില്ലടിക്കാനും ഈ വെയിറ്റ് അടിക്കുന്ന സ്ഥലത്തും എല്ലായിടത്തും തിരക്കുറവായിരിക്കും. സവാള എടുത്തു, തക്കാളി എടുത്തു, വീട്ടിലായിട്ട് ആവശ്യമായിട്ടുള്ള ചീരയൊക്കെ വാങ്ങിച്ചോളൂ, നല്ലതാണ്. വഴിയോരത്ത് എന്നാ പിന്നെ ബീൻസ് വാങ്ങിച്ചല്ലോ, അത് തോരൻ വെക്കണമല്ലോ. അപ്പൊ അത് മതി. നമുക്കിനി കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസിലോട്ട് പോയാലോ? കോഫി ഉണ്ട്. കോൾഡ് കോഫി ആണോ? കോൾഡ് കോഫി വേണ്ട. അങ്ങനെ എന്താന്നറിയോ, തിന്നത്തില്ല. വാച്ചുകൊണ്ട് വെച്ച് കളയും. എനിക്ക് കളയുന്നുണ്ട് വിഷമം. ഞാൻ കഴിക്കുന്നില്ലേ ഉപ്പിലിട്ടായിട്ട്? ഞാൻ കഴിക്കുന്നില്ലേ ടൂണ സലാഡ്? കളഞ്ഞ് ഉപ്പിലിട്ടതും കളഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം തിന്നണം. പക്ഷെ കളയാൻ അച്ഛനോട്. ലുലുമാളിലെ അധികാരികൾ കാണേണ്ടതിന് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ബില്ലടിക്കുന്നതിന് മുമ്പേ ഈ പീറച്ചക്ക മാരി വായിലിടുവാണ്. നോക്കി
അടുത്തത് സ്ട്രോബെറിക്ക് ശേഷം രംഗത്ത് കയറുന്നു ഡേറ്റ്സ്, ഇറാനി ഡേറ്റ്സ്. ആരെങ്കിലും ചോദിക്കാൻ വന്നാ അവൻ വരട്ടെ തിരിച്ച്. ഇവിടെ നിൽക്കും തള്ളേ മോനും, ഞാൻ പോവും. ഷോപ്പിംഗ് കഴിഞ്ഞു, മൃദുല അവിടെ ഇരുന്നു. ഇനി കുറച്ചു നേരം അമ്പൂട്ടനെ അങ്ങോട്ട് ഇറക്കി വിട്ടേക്ക്. ഇത്രയും നേരം എൻ്റെ കുഞ്ഞ് അടങ്ങിയിരുന്നു. ഇനി അവൻ്റെ ലോകമാണ്, അവൻ നടക്കട്ടെ. ഇമ്മേടിക്കാൻ ഇപ്പൊ നല്ല ബാലൻസ് ആയിട്ടോ. ഇപ്പം ഇടയ്ക്കിടയ്ക്കുള്ള വീഴ്ചയൊന്നുമില്ല. കണ്ടാ തോന്നുന്നു നടക്കാൻ ഭയങ്കര ഇഷ്ടം. വീട്ടിനകത്തോടെ നടക്കൂല. വീട്ടിൽ നടക്കൂല, വെളിയിൽ പറഞ്ഞു നടക്കണമെങ്കിൽ. ഉയ്യോ, ഞാൻ വീഴത്തില്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് ചെരുപ്പ് തട്ടി വീണതാ. അവനേക്കാൾ വലിയൊരു ചെരുപ്പ്. അവനേക്കാൾ വലിയൊരു ചെരുപ്പ്. നമ്മള് ലക്ഷദ്വീപിൽ നിന്ന് വാങ്ങിച്ച ചെരുപ്പാ. പോവാം. പോന്ന കാണുമ്പോ ഉണ്ടല്ലോ അവിടെ നിന്ന് ഒരു വരക്കുണ്ടോ കേട്ടോ. നമ്മള് ഇങ്ങനെ കൈ ഇങ്ങനെ മേളിൽ വെച്ച് നടക്കും. ഓടി 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 ഓടി. ഇന്നത്തേക്ക് മതി. ടൈം അപ്പ്.